ബജറ്റിൽ വകയിരുത്തുന്ന ഫണ്ട് അടിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം. കൊണ്ടുവന്ന സാരി ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വനമന്ത്രിക്കും ഇവിടെ കയറിയിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കൊടുക്കണം. കാരണം അവരുടെ ഉത്തരവാദിത്തം ചെയ്യാത്തത് കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തലയിലിട്ടെങ്കിലും നടക്കാമല്ലോ. ഇവിടെയുള്ള മലയോര ജനതയുടെ സങ്കടം കാണാൻ, ഇവിടെ യാത്ര കാണാനുള്ള കണ്ണില്ലാത്തവരാണ്. ഇവിടെ കുറെ പോലീസുകാർ മഴകൾ നിൽപ്പുണ്ട്. വേറെ വല്ല 10 ലൂക്കി പാർട്ടികളുടെ പ്രകടനമായിരുന്നെങ്കിൽ അവർ കണ്ണം വഴി ഓടിയത്. ഇത്രയും ആളുകളോട് കൂടിയത് സമാധാനപരമായതുകൊണ്ടും അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. അല്ല പോലീസുകാരോടോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടോ പ്രതിഷേധം അറിയിക്കേണ്ടതുകൊണ്ടല്ല. എല്ലാവരും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സമ്മേളിച്ചിരിക്കുന്നത്. നമ്മളോട് സാരി വേലി കെട്ടി അതിന്റെ പ്രതിഷേധം അറിയിച്ചു. ഇനി ഇതിന്റെ സംഘാടകരോട് എനിക്കൊരു അപേക്ഷയുള്ളത്, കൊണ്ടുവന്ന സാരി ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വനമന്ത്രിക്കും ഇവിടെ കയറിയിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കൊടുക്കണം. കാരണം അവരുടെ ഉത്തരവാദിത്തം ചെയ്യാത്തത് കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തലയിലിട്ടെങ്കിലും നടക്കാമല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ള സാരി ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും വനമന്ത്രിക്കും ദയവായിട്ട് അയച്ചു കൊടുക്കുക. പറയുന്ന വാക്കിന് കുറച്ചെങ്കിലും വിലയുണ്ടെങ്കിൽ, ചെയ്യുന്ന ഉത്തരവാദിത്തത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നമ്മൾ ഇന്നിവിടെ സമ്മേളിക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹരമായ ചിത്രം ഇവിടെ വാഹനത്തിലൊക്കെ ആനയുടെ വെച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ഈ ആനയെ പോലെയാണ്. വലിയ തുമ്പിക്കൈയുണ്ട്, എന്തും കൈയിട്ട് വാരാം. പാവങ്ങളെ ചവിട്ടി വലിക്കാനുള്ള വലിയ തൂണുകൾ പോലുള്ള കാലുണ്ട്, എന്തും വിഴുങ്ങാനുള്ള വലിയ പത്താഴത്തിന് സമാനമായ വയറുണ്ട്. പക്ഷെ കാണാൻ കണ്ണില്ല, ചെറിയ കണ്ണാണ്. നമ്മൾ ആനയൊക്കെ കളിയാക്കുന്ന പോലെ ഇവിടെയുള്ള മലയോര ജനതയുടെ സങ്കടം കാണാൻ, ഇവരുടെ യാത്ര കാണാനുള്ള കണ്ണില്ലാത്തവരാണ്. അതുകൊണ്ട് ഈ ആനയുടെ ശരീരം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ ബുദ്ധിയും അതിനാവശ്യമായ ശക്തിയും പ്രയോഗിച്ച് ഈ ജനതയെ രക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നിങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നിങ്ങളൊരു വാർത്ത കണ്ടതാണ്. ഈ ഓഗസ്റ്റ് 11-ാം തീയതി അധ്യാപകർക്ക് വേണ്ടി വനം വകുപ്പ് പാലക്കാട് വെച്ച് ഒരു പരിശീലന കളരി ഒരുക്കിയിരിക്കുകയാണ്. സ്കൂളിൽ പാമ്പിനെ പിടിച്ച് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൂതമ്പാറയില് കുട്ടിയാനെ പിടിക്കാൻ പോലും അറിയത്തില്ലാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്രയും ദിവസം ഇറങ്ങി നടന്നത്. അവരാദ്യം വനത്തുനിന്ന് പുറത്തിറങ്ങുന്ന ആനയെ പിടിക്കാനും പന്നിയെ പിടിക്കാനും പഠിക്കും. എന്നിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ പാമ്പിനെ പിടിക്കാൻ പഠിപ്പിച്ചാൽ പോലെ. ഇവരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും വനംവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ പറയുന്നത്, ഓരോ വർഷവും ബജറ്റിൽ വകയിരുത്തുന്ന ഫണ്ട് അടിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം. അതുകൊണ്ട് കുറച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോ നിൽക്കുന്ന ഈ റോഡ് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പുതിയ മലയോര ഹൈവേ വരുമ്പോൾ അടച്ചു കെട്ടും. അത് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചോളുക. ഇവർ ചിന്തിക്കുന്നതൊക്കെ ഈ റോഡ് അങ്ങനെ അടയ്ക്കാം. ഇവിടെ കുറെ പോലീസുകാർ മഴകൾ നിൽപ്പുണ്ട്. വേറെ വല്ല 10 ലൂക്കി പാർട്ടികളുടെ പ്രകടനമായിരുന്നെങ്കിൽ അവർ കണ്ണം വഴി ഓടിയത്. ഇത്രയും ആളുകളോട് കൂടിയത് സമാധാനപരമായതുകൊണ്ടും അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. അല്ല പോലീസുകാരോടോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടോ പ്രതിഷേധം അറിയിക്കേണ്ടതുകൊണ്ടല്ല. അതുകൊണ്ടാണ് അവരോട് സമാധാനപരമായിട്ട് വലിയ പുതൊക്കെ പിടിച്ചു നിന്നാലും ഒരു പ്രശ്നമില്ലാതെ ഇവരും കൂടെ സമരത്തിൽ നിൽക്കുക. ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമരത്തിൽ നിന്നിട്ട് ശാന്തമായി ഇവിടെ നിന്ന് പ്രസംഗം കേൾക്കുന്നത്. ബാക്കി എല്ലാവർക്കും കുത്തുകൊള്ളുക, ഏറുകൊള്ളുക, എന്തെല്ലാം സംഭവങ്ങൾ കേൾക്കണം.